ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രം ഫെയ്തുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്ത ആഭ്യന്തര കുറ്റവാളി സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം വളരെ ശക്തമായി അവതരിപ്പിച്ച സഹദേവനും ഇടുക്കിക്കാരിയായ നയനയും തമ്മിലുള്ള വിവാഹബന്ധത്തിൻ്റെ കഥ പറയുന്ന ചിത്രമാണ്. മികച്ച രീതിയിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് സമ്പന്നമായ ചിത്രത്തിൽ ജഗദീഷും ആനന്ദ് മന്മഥനും അഫീഫ് നെടുവങ്ങാടുമൊക്കെ നിറഞ്ഞാടിയ ചിത്രമാണ്. അങ്ങനെ ഈ ചിത്രം 3 ദിവസം കൊണ്ട് 2,40,00,000 രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ തിങ്കളാഴ്ച ഈ ചിത്രത്തിന് 30 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ 2,75,00,000 രൂപയാണ് കേരളത്തിൽ നിന്ന് ഈ ചിത്രം 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത്. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം 5 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആസിഫ് അലിയുടെ കരിയറിലെ ഒരു മികച്ച കഥാപാത്രം തന്നെയാണ് ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രത്തിലെ സഹദേവൻ എന്ന കഥാപാത്രം. മറ്റൊരു ചിത്രമാണ് നരിവേട്ട എന്ന ചിത്രം. ടൊവിനോയുടെ ഏറ്റവും മികച്ച കഥാപാത്രമെന്ന് വിശേഷിപ്പിച്ച ഈ ചിത്രം അനുരാഗ് മനോഹറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മറവികൾക്കെതിരായ ഓർമ്മകളുടെ പോരാട്ടം എന്ന ടാഗ്ലൈനിലൂടെ ഇറങ്ങിയ ഈ ചിത്രം സുരാജ് വെഞ്ഞാറമൂട്, തമിഴ് നടനായ ചേരൻ എന്നിവരൊക്കെ നിറഞ്ഞാടിയ ചിത്രം തന്നെയാണ്. പ്രേക്ഷക പ്രീതിയിൽ മുമ്പിലെത്തിയ ഈ ചിത്രം 18ാമത്തെ ദിവസമായ ഇന്നലെ ഈ ചിത്രം കളക്ട് ചെയ്തത് 23 ലക്ഷം രൂപയാണ്. നരിവേട്ട എന്ന ചിത്രം 15,95,00,000 മുകളിലായിരുന്നു 17ാമത്തെ ദിവസം കളക്ട് ചെയ്തെങ്കിൽ 18ാമത്തെ ദിവസം 23 ലക്ഷം കൂടെ ചേർക്കുമ്പോൾ ഏകദേശം 16,15,00,000 ഈ ചിത്രം എത്തുന്നു. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം പ്രതീക്ഷിക്കുന്നത് 29 കോടി രൂപയ്ക്ക് മുകളിലുള്ള തുക തന്നെയാണ്. അങ്ങനെ നരിവേട്ട എന്ന ചിത്രവും ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രവും മികച്ച രീതിയിലുള്ള പ്രതികരണം നേടി മലയാള സിനിമയിൽ ഒരു വിജയ ചിത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വരും ദിവസങ്ങളിൽ ഈ ചിത്രങ്ങൾ രണ്ടും മികച്ച രീതിയിൽ കളക്ട് ചെയ്തിട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബായ്.